ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ കാത്തിരുന്ന മത്സരം അങ്ങനെ PSG ജയിച്ചിട്ടുണ്ട്. ബാഴ്സലോണക്ക് നിരാശ എന്ന് വേണമെങ്കിൽ പറയാം. ന്യൂനോ മെൻഡസിന്റെ പെർഫോമൻസ് എന്താ പറയാ, ടോപ്പ് ക്ലാസ് തന്നെയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഫുട്ബോളിലുള്ള ഒരു ബെസ്റ്റ് LB എന്ന് വേണമെങ്കിൽ പറയാം. ആള് മാൻ ഓഫ് ദ മാച്ചും തൂക്കിയിട്ടുണ്ട്. എന്താ പറയാ, ഒരു ഈ സ്റ്റാറ്റസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. ആളുടെ ആ തുടക്കം ചില പിഴവുകൾ ഉണ്ടായിരുന്നു, പിന്നീട് ആള് സെറ്റായി എന്നുള്ളതാണ്. പിന്നെ വെല്ലുവിളിച്ച ആൾക്കാരൊക്കെ ഇപ്പൊ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് PSG വേണമെന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഇവിടെ ഇല്ല. നമുക്കറിയാം അവരുടെ പ്രധാന താരങ്ങൾ കുറെ പേരുണ്ടായിരുന്നില്ല ഇഞ്ചുറി ലിസ്റ്റിൽ. ഡെമ്പലെ ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ കെവരസ്കേലി ഉണ്ടായിരുന്നില്ല, ഡൂ ഉണ്ടായിരുന്നില്ല. ബാഴ്സലോണയുടെ രണ്ടു മൂന്ന് താരങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ട് പോലും അവർക്ക് PSG തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കുറച്ച് പേരുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ആൾ എപ്പോഴും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം അത് വർക്കായില്ല എന്നുള്ളതാണ്. അപ്പൊ റഷ്ഫോർഡിന്റെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ആള് ബാഴ്സയിൽ വന്നതിന് ശേഷം ആളുടെ പ്രൈമിലേക്ക് പതിയെ വരുന്നുണ്ട്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ പറയാം. കഴിഞ്ഞ നമ്മൾ കണ്ടാണ് ചാമ്പ്യൻസ് ലീഗിലും ആളുടെ ഒരു ബ്രേസിലാണ് വിജയിച്ചത്. അപ്പൊ രണ്ടു മൂന്ന് മൂമെന്റ്സ് ഉണ്ടായിരുന്നു. എന്തായാലും യമാലിന്റെ പറയാണ്ടിരിക്കാൻ വയ്യ. തുടക്കാളുടെ രണ്ടു മൂന്ന് മൂമെന്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് ആൾ എന്തായാലും ഡിഫൻസിനെ കുക്ക് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. അവർക്ക് ഒരു ബെസ്റ്റ് ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും ഇപ്പൊ നിലവിൽ PSG ഉണ്ടെന്നുള്ളതാണ്. റാഫിനി എന്തായാലും മിസ് ചെയ്തു എന്നുള്ളതാണ്. ആളുടെ പെർഫോമൻസ് ആളുടെ ടീമിൽ ഇല്ലായിരുന്നു, ഇഞ്ചുറി ആയിരുന്നു. അതൊരു എന്താ പറയാ, നികത്താനാവാത്തൊരു വിടവ് തന്നെയായിരുന്നു എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഓഫ് സൈഡ് ഒന്നും ഒട്ടും വർക്കൗട്ട് ആയിരുന്നില്ല. ജോൾസ് കുണ്ടടയൊക്കെ എന്താ പറയാ, ഒരു വേസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ആളെ ഈ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ആളുടെ ഒന്നും വർക്കൗട്ട് ആയില്ല എന്നുള്ളതാണ്. അവരുടെ ഡിഫൻസിലുള്ള കുറെ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പൊട്ടുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ നോക്കിയാൽ അറിയാം. ഒരു ഓഫ് സൈഡ് ട്രാപ്പ് ഒക്കെ നോക്കിയാണ്, പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. ഡിഫൻസ് ടോട്ടലി പാളി എന്നുള്ളതാണ്. ഇപ്പൊ എന്താ പറയാ, വൺസ് അഗെയിൻ കുക്ക് ചെയ്തത് എന്തായാലും മെൻഡസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. മെൻഡസിന്റെ ഒരു ടോപ്പ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ബാഴ്സ ആരാധകർക്ക് എന്തായാലും സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ലൂയിസ് എൻറിക്കിനെ എന്തായാലും സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ മറ്റൊരു മത്സരത്തിൽ നാപ്പോളി വിജയിച്ചിട്ടുണ്ട്. യുണൈറ്റഡിൽ നിന്ന് പോയ ഒരു പ്ലെയർ ആണ്, നമുക്കറിയാം, ഹോയിലൻഡ്. ഇപ്പൊ അവിടെ വന്നിട്ട് ആളുടെ പെർഫോമൻസ് വേറെ ലെവലാണെന്ന് പറയാം. ആളിപ്പോ നിലവിൽ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പൊ ഗോൾ അടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മാൻ ഓഫ് ദ മാച്ചും നേടി എന്ന് വേണമെങ്കിൽ പറയാം. യുണൈറ്റഡ് ഫാൻസിനെ നോക്കി എല്ലാവരും ചിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് പോണ എല്ലാവരും രക്ഷപ്പെടുന്നുണ്ട്. ഈ ഒരു സൈനിങ് നടത്തിയപ്പോൾ എല്ലാവർക്കും വൻ പ്രതീക്ഷ തന്നെയായിരുന്നു. ഇപ്പൊ യുണൈറ്റഡിന്റെ ഫോർവേഡ് അടിച്ച ടോട്ടൽ ഗോളിനേക്കാളും കൂടുതലല്ല, സെയിം തന്നെ പുള്ളി ഒറ്റക്ക് അടിച്ചിട്ടുണ്ട്. ഇതൊരിക്കലും യുണൈറ്റഡിന് താങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം അവിടെ അയാളുടെ പെർഫോമൻസ് അത്ര പോരായിരുന്നു. പിന്നെ ആഴ്സണൽ ഒളിമ്പിക്കോസിനെ തോപ്പിച്ചിട്ടുണ്ട്, 2-0 നമുക്കറിയാം അവർ അത്ര ഒരു വലിയ ടീമൊന്നും അല്ല. പക്ഷെ ഈ ഓഡേഗാർഡിന്റെ ഈ പാസിംഗ് റേഞ്ച് ഒക്കെ എന്തായാലും സമ്മതിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. ആളുടെ ഇഞ്ചുറി കഴിഞ്ഞ ആൾ ഇറങ്ങിയതാണ്, ടോപ്പ് പ്ലെയർ തന്നെയാണ്. അപ്പൊ ആഴ്സണലിന് എന്തായാലും മറ്റൊരു വിജയവും കൂടി. അപ്പൊ ആർട്ടറ്റയും ടീമും എന്തായാലും മുന്നോട്ട് തന്നെയാണ്. മാൻ ഓഫ് ദ മാച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓഡേഗാർഡാണ്. ആളുടെ പെർഫോമൻസ് നമ്മൾ ആ ഒരു ഒറ്റ പാസിൽ തന്നെ അറിയാം. പിന്നെ അതുപോലെ തന്നെ ഗോൾ അടിച്ചത് സാക്കയാണ്, പിന്നെ ഒരെണ്ണം മാർട്ടിനലി. അപ്പൊ ടോട്ടലി അവരിപ്പോ ചാമ്പ്യൻസ് ലീഗിലും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അവർ സ്ഥിരം പരിപാടി നമുക്കറിയാം, അവർ ബോട്ടിൽ ചെയ്യാറുണ്ട്. അപ്പൊ അതും ഈ സീസണിൽ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ചിലപ്പോൾ നടക്കാന്നുള്ളതാണ്. ആഴ്സണൽ ഫാൻസ് എന്തായാലും സന്തോഷിക്കാം. ഇപ്പൊ നിലവിൽ അവരുടെ പെർഫോമൻസ് തിരിച്ചു വരേണ്ട എല്ലാവരും വന്നിട്ടുണ്ട്. പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ടീം എന്ന നിലയിൽ അവർ എന്തായാലും അടിപൊളി തന്നെ ആയിട്ടുണ്ട്. ആദ്യത്തെ ഗോൾ നമുക്ക് നോക്കിയാൽ കാണാം, സാക്ക തന്നെ കളിച്ചുകൊണ്ട് പോയൊരു പന്താണ്. അതിൽ ഓഡേഗാർഡിന്റെ പാസും പിന്നെ അതുപോലെ തന്നെ മാർട്ടിനല്ലിയും തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ എന്തായാലും. സോ സിറ്റി ഫാൻസിന് അത്ര ആശ്വസിക്കാൻ പറ്റിയ ഒരു മാച്ച് ആയിരുന്നില്ല അത്. ലാസ്റ്റ് ടൈമിൽ കൊണ്ട് തൊലച്ചു എന്ന് വേണം പറയാൻ. പിന്നെ ഹാളൻഡിനെ നമുക്കറിയാം, ആളൊരു ഗോൾ സ്കോറിംഗ് മെഷീൻ തന്നെയാണ്. എങ്ങനെ ഇട്ടാലും ഗോൾ അടിക്കുമെന്നുള്ളതാണ്. അവരുടെ ഗോളും അത്യാവശ്യം അടിപൊളി തന്നെയായിരുന്നു. എന്താ പറയാ, ഒരു ബാങ്കർ തന്നെയാണ് അവർ അടിച്ചത്. അപ്പൊ സിറ്റി ഫാൻസിന് എന്തായാലും അത്ര നല്ല ടൈം അല്ല, ചാമ്പ്യൻസ് ലീഗിലായാലും പ്രീമിയർ ലീഗിലായാലും. അപ്പൊ എന്തായാലും അവര് നിരാശയിൽ തന്നെയാണ്. ഫാൻസ് ലാസ്റ്റ് ടൈമിൽ കൊണ്ട് കളഞ്ഞു എന്ന് വേണം പറയാനായിട്ട്.